നമസ്കാരം. +2 എക്സാം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എന്ത് എന്ന് ആലോചിക്കുന്നവരായിരിക്കും നമ്മുടെ കുട്ടികളിൽ ഭൂരിഭാഗവും പേരും. അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു ലക്ഷ്യബോധമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലക്ഷ്യബോധമുള്ള കുട്ടികൾ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പതുക്കെ നടന്നു ചെല്ലുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ലക്ഷ്യബോധം എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു കുട്ടി ഒരു എഞ്ചിനീയർ ആവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് അത്തരത്തിൽ ഒരു ഗോൾ രക്ഷിതാക്കൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത്തരത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നീട് ആ കുട്ടിയുടെ പ്രവർത്തനം അതിനു വേണ്ടിയായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടി പഠിക്കുമ്പോൾ സയൻസ് വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും പഠിക്കുക. അത്തരത്തിൽ സയൻസ് വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പഠിക്കുമ്പോൾ ആ കുട്ടി 8, 9, 10 ക്ലാസ്സുകളിൽ സയൻസ് വിഷയങ്ങൾക്ക് നല്ല മാർക്ക് എടുത്ത് വിജയിക്കാൻ സാധിക്കും. അത്തരത്തിൽ നല്ല മാർക്ക് എടുത്ത് വിജയിക്കാൻ സാധിച്ചാൽ +1 സയൻസ് ഗ്രൂപ്പിലേക്കുള്ള അഡ്മിഷൻ ആ കുട്ടിക്ക് വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്യബോധമുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ ആ കോഴ്സിലേക്ക് നടന്നു ചെല്ലാൻ എളുപ്പമായത്. നമുക്കറിയാം, കൂടുതൽ പേർക്കും ലക്ഷ്യബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഇനി അങ്ങോട്ട് എന്ത് എന്ന് ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള കുട്ടികൾക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, +2 ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികളുടെ ഹയർ സ്റ്റഡീസ് സാധ്യതകൾ എന്തൊക്കെയാണെന്ന്, അതേപോലെ തന്നെ അവരെ കാത്തിരിക്കുന്ന ജോലികൾ എന്തൊക്കെയാണെന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായിക്കൊണ്ട് BA ബാച്ചിലർ ഓഫ് ആർട്സ്. നമുക്കറിയാം, +2 ഒരുപാട് വിഷയങ്ങളുണ്ട്. എക്കണോമിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, ജിയോഗ്രാഫി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇതിൽ കുട്ടിക്ക് ഏത് വിഷയമാണോ താല്പര്യം, ജിയോഗ്രാഫിയാണ് താല്പര്യമെങ്കിൽ ആ ഒരു ജിയോഗ്രാഫിയിൽ ആ കുട്ടിക്ക് BA ചെയ്യാവുന്നതാണ്, ബാച്ചിലർ ഓഫ് ആർട്സ് ചെയ്യാവുന്നതാണ്. കാരണം ആ ഒരു വിഷയത്തിൽ ആ കുട്ടിക്ക് താല്പര്യമുള്ള വിഷയം ജിയോഗ്രാഫി ആണെങ്കിൽ അതിൽ ഒരു ബിരുദം, BA ജിയോഗ്രാഫി തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഒരു ബിരുദം ആ കുട്ടിക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇനി മറ്റൊരു കോഴ്സാണ് BMMC ബാച്ചിലർ ഓഫ് മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻ. കമ്പ്യൂട്ടർ പരമായിട്ട് കുട്ടിക്ക് താല്പര്യം കൂടുതലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോഴ്സ് ചെയ്യുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും പത്രങ്ങളിൽ ജേർണലിസ്റ്റായിട്ടും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ന്യൂസ് റീഡറായിട്ടും പ്രവർത്തിക്കാവുന്നതാണ്. അതേപോലെ മറ്റൊരു കോഴ്സാണ് LLB ബാച്ചിലർ ഓഫ് ലോസ്. +2 ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിക്ക് ഒരു അഡ്വക്കേറ്റ് ആവാൻ ആഗ്രഹമാണെങ്കിൽ, നല്ല വാക്സാമർത്ഥ്യവും അതേപോലെ തന്നെ കൂർമ്മബുദ്ധിയും ആ കുട്ടിക്കുണ്ടെങ്കിൽ LLB തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിലൂടെ ആ കുട്ടിക്ക് ഒരു 5 വർഷത്തെ ആ കോഴ്സ് കഴിയുമ്പോൾ നല്ലൊരു വക്കീലായിട്ട് സേവനമനുഷ്ഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കോഴ്സാണ് ഗ്രാഫിക് ഡിസൈനിങ്. നമുക്കറിയാം, BMMC പോലെ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോഴ്സാണ് ഗ്രാഫിക് ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് നല്ലൊരു ഫാഷൻ ഡിസൈനറായിട്ടും അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനറായിട്ടും ഒക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ +2 ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് എഴുതാവുന്ന ഒരു എൻട്രൻസ് എക്സാമാണ് CUET, കോമൺ യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റി ടെസ്റ്റ്. ഇത്തരത്തിലുള്ള ഒരു ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ അതിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ചെന്ന് ബിരുദം എടുക്കാവുന്നതാണ്. JNU പോലെയുള്ള, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലുള്ള, JMI പോലെയുള്ള, ജാമിയ മില്ലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പോലുള്ള ടോപ്പ് ലെവലിലുള്ള യൂണിവേഴ്സിറ്റികളിൽ അത്തരം കുട്ടികൾക്ക് ബിരുദം ചെയ്യാവുന്നതാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾ ആഫ്റ്റർ ഗ്രാജുവേഷന് ശേഷം ഇനി എന്ത്? അത്തരത്തിലുള്ള കുട്ടികൾ BA ജിയോഗ്രാഫി എടുത്ത കുട്ടി, ആ കുട്ടിക്ക് ഒരു ബിരുദാനന്തര ബിരുദം എടുക്കണമെങ്കിൽ ആ കുട്ടി MA ജിയോഗ്രാഫി സെലക്ട് ചെയ്യാവുന്നതാണ്. മാസ്റ്റർ ഓഫ് ആർട്സ് അതിൽ ഒരു ബിരുദാനന്തര ബിരുദം ആ കുട്ടിക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ BMMC ചെയ്ത കുട്ടികൾ, ആ കുട്ടിക്ക് MCJ ചെയ്യാവുന്നതാണ്, മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. അപ്പോൾ അതിൽ ആ കുട്ടിക്ക് ഒരു ബിരുദാനന്തര ബിരുദം ലഭിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ LLB ചെയ്ത കുട്ടി, ആ കുട്ടിക്ക് അതിലൊരു ബിരുദാനന്തര ബിരുദം ആവശ്യമാണെങ്കിൽ LLM ചെയ്യാവുന്നതാണ്, മാസ്റ്റർ ഓഫ് ലോസ്. അപ്പോൾ അത്തരത്തിൽ അതിൽ ഒരു മാസ്റ്റർ ബിരുദം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ B.Ed, കോമൺ ആയിട്ട് ഹിസ്റ്ററി എടുത്ത +2 ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾ, അവർ ഡിഗ്രി ജിയോഗ്രാഫി എടുത്താലും ഹിസ്റ്ററി എടുത്താലും എക്കണോമിക്സ് എടുത്താലും എന്ത് തന്നെ എടുത്താലും കോമൺ ആയിട്ട് അവർക്ക് B.Ed ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇത്തരം കുട്ടികൾക്ക് നേരത്തെ CUET എക്സാം എഴുതിയതുപോലെ തന്നെ ഒരു മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നതിന് നമ്പർ 1 ഇന്ത്യയിലെ ടോപ്പ് ലെവലിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്ക് CUET എക്സാം എഴുതാവുന്നതാണ്. അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് മാസ്റ്റർ ഡിഗ്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട്
ഹയർ സ്റ്റഡീസ് സാധ്യതകളാണുള്ളത്. ഇനി ഇവരെ കാത്തിരിക്കുന്ന ഈ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിനെ കാത്തിരിക്കുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് നല്ലൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു റിസർച്ചറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ IAS, IFS, IPS ഇത്തരത്തിലുള്ള ഉന്നത തസ്തികകളിൽ ജോലി ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും രാജ്യത്തിലെ അംബാസഡറായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ നല്ലൊരു ഗ്രാഫിക് ഡിസൈനറായിട്ട്, നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനറായിട്ടൊക്കെ ഇവരെ ഇത്തരത്തിലുള്ള ജോലികളാണ് ഇവരെ കാത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.